കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണിയും കിരണും കൂടെ രൂപേനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ രൂപേനെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ കിരൺ രൂപയോട് ചോദിച്ചു, അല്ലമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ശാരി ആന്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം. അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്തൊക്കെയോ അവരുടെ ഉള്ളിലൊരു വിഷമമുള്ള പോലെ തോന്നുന്നുണ്ട്. ഞാനും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരങ്ങോട്ടേക്ക് വന്ന് കുറെ സമയം ഞങ്ങളെ തന്നെ നോക്കി എന്നിട്ട് അകത്തേക്ക് കണ്ണു നിറഞ്ഞ് കയറി പോകുന്ന കണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രൂപ പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെയോ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ എനിക്കും തോന്നേ. കാരണം കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് വിളിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് എല്ലാ സമയത്തെയും പോലെയല്ല, മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമമുള്ള പോലെ തോന്നിയത്. സാധാരണഗതിയിൽ ശാരി അങ്ങനെ ആയിരുന്നില്ല. പക്ഷേങ്കിൽ ഓരോ സംസാരിക്കുന്ന സമയത്തൊക്കെ കണ്ണ് നിറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. പിന്നെ അവരുടെ മരുമോനെ കുറിച്ച് പറയുന്ന സമയത്തും അവിടെ ഇവിടെയും തൊടാതെ ഓരോ സംസാരങ്ങളൊക്കെ ആയിരുന്നു പറയാ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഇനി ഒരു പക്ഷേ മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? രൂപ പറഞ്ഞു, അതും ചിലപ്പം ശരിയായിരിക്കും, ചിലപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പം അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ, മോളുടെ ജീവൻ നശിച്ചു പോയെന്ന് അറിഞ്ഞ് ചിലപ്പോൾ തകർന്നു പോയതായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവര് വെറുതെ ഇരിക്കും തോന്നില്ലെന്ന് പറയാണ്. അത് ശരിയാ, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷെ രാഹുലിന്റെ ചതി തിരിച്ചറിഞ്ഞിരിക്കുമല്ലേ. ഇനിയിപ്പോ അങ്ങനെ എങ്ങാനും അവര് സരുവിനോട് പറയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മനോഹര ചിലപ്പോൾ അവര് ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരിക്കും. താരയുടെ കുഞ്ഞാണ് സറിയോ എന്നുള്ള സത്യം പറയുമെന്നും പറഞ്ഞു. ഇനിയിപ്പൊ അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുന്നാണെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാണ്. കിരൺ പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോ അതിന് വഴിയുണ്ട്, ചിലപ്പോ ആ ചക്രവ്യൂഹത്തിൽ പെട്ടായിരിക്കും ശാരിയാന്റെ നടക്കണേന്ന് പറയാം. ഇത് കേട്ട് രൂപ പറഞ്ഞു, അവര് ചെറിയ കാര്യമൊന്നല്ല ചെയ്തേ, ഇത്രയും കാലം എന്നെ ചന്ദ്രേട്ടൻ തമ്മിൽ ഒന്നിപ്പിക്കാതെ രണ്ടാക്കി വെക്കാൻ ശ്രമിച്ചില്ലേ ഭർത്താവിനോടൊപ്പം കൂടി ചേർന്നിട്ട്. എന്നാലും ആ ചതിക്കൊക്കെ ദൈവം ശിക്ഷ കൊടുത്തായിരിക്കും എന്ന് പറയാം. കല്യാണി പറഞ്ഞു, അത് ശരിയാ. കിരൺ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് വെക്കാം അമ്മേ, ഈ പറയുന്ന കല്യാണിയെ തന്നെ എത്ര വട്ടം ഇല്ലാതാക്കാൻ നോക്കിയതാ അവരുടെ മകൾക്ക് വേണ്ടിയിട്ട്. സ്വന്തം കുഞ്ഞാന്ന് കരുതിയിരുന്ന അവർക്ക് ആദ്യത്തെ അടി കിട്ടി, ഇപ്പോഴാണ്ടേ വീണ്ടും ഒരടി, അടുത്ത അടിയും കൂടെ കിട്ടിയിരിക്കുന്നു. അതല്ലെങ്കിലും അങ്ങനെയേ വരത്തുള്ളൂ. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ടല്ലോ, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട മോനെ. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നേ. ദൈവം കൊടുത്ത ശിക്ഷ അവർക്കത്. ഇനിയെങ്കിലും അവര് പഠിച്ചില്ലെങ്കിൽ ഇനി അവർക്ക് ഇതിനേക്കാളും വലിയ ശിക്ഷയായിരിക്കും ചിലപ്പോൾ കിട്ടാൻ പോണെന്ന് പറയാം. കല്യാണി പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ അവരെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പൊ ശരിക്കും സങ്കടം തോന്നും. ഒന്ന് ഓർത്ത് നോക്കിയേ, ഭർത്താവ് ആദ്യം ചതിച്ചു, ഇപ്പോഴാണ്ടേ മരുമോനും ചതിച്ചിരിക്കുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ഇത് കേട്ട ശാരി പറഞ്ഞു, തകർന്ന് നിൽക്കുമായിരിക്കും. ഒരു പക്ഷേങ്കില് എന്തേലും ആത്മഹത്യക്ക് വല്ലതും ശ്രമിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഇപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ്. കിരൺ പറഞ്ഞു, അത് ശരിയാ. അല്ല, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കാർത്തികനെ കുറിച്ചും ലക്ഷ്മിയമ്മനെ കുറിച്ചൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാം. അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. എന്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടൻ ലക്ഷ്മിയമ്മനെ ഇല്ലാതാക്കാൻ നടക്കുമെന്ന് പറയണേ. മോളെ സൂക്ഷിക്കണം കേട്ടോ. അറിയാലോ, ആ വിക്രമൊക്കെ നല്ല സ്വഭാവമുള്ളവനല്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഇരിക്കുമെങ്കിലും അവന്റെ സ്വഭാവം നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞല്ലേ നിൽക്കും. അതൊക്കെ അറിയാമേ. അതുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മ ചെയ്യിച്ചിട്ടുണ്ട്. ലക്ഷ്മിയമ്മനെ തൊടാൻ പോലും എന്താളും ഈ പ്രകാശനെ വിക്രത്തിനോ സാധിക്കില്ല. പിന്നെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. രൂപ പറഞ്ഞു, അത് ശരിയാ, ഒരു കാരണവശാലും ഒന്നും സംഭവിക്കില്ല. പ്രകാശനും വിക്രമിന്റെ കിട്ടിയതൊന്നും പോരാന്ന് പറയണം. അത് ശരിയാ, എത്ര കിട്ടിയാലും പഠിക്കില്ലമ്മേ. പക്ഷെ ഇനി എന്തായാലും കിട്ടാൻ പോകുന്ന നല്ല തിരിച്ചടി തന്നെയാ. എന്നെ പോലെ അല്ലെങ്കിൽ എന്റെ അമ്മേനെ പോലെ ഒന്നും അല്ല കാർത്തിയേച്ചി ലക്ഷ്മിയമ്മയൊക്കെ. അവരെന്താണോ അടിക്ക് തിരിച്ചടി എന്നുള്ള ഒരു പോളിസി അവർ കൈക്കൊണ്ടിരിക്കുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, അങ്ങനെ വേണം, അല്ലാതെ പാത്തു പതിമ്പ് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് സമയം കൂടെ അവിടെ സംസാരിച്ചിരുന്നിട്ടാണ് കിരണും കല്യാണിയും വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം രൂപ ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂട്ടാണ് മുറിയിലേക്ക്, രൂപയല്ല ശാരി ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂട്ടാണ് മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. രാഹുലിനെ കണ്ടതും വല്ലാത്ത ദേഷ്യമായി പോയി ശാരിക്ക്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, തന്റെ ജീവിതം തകർത്ത്, തന്റെ മകളുടെ ജീവിതം തകർത്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി കയറിയിരിക്കുന്നു. ഇയാളെ കണ്ടാ കഞ്ഞിക്ക് എടുത്തില്ല, ഒറ്റ അടിയും കൂടെ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കണം, അതാ വേണ്ടത്. ഇയാൾ ഇനി ഒരു നിമിഷം പോലും ഇനിയിപ്പം ജീവിച്ചിരിക്കരുത് എന്നൊരു ചിന്തയൊക്കെ ശാരിയുടെ മനസ്സിലേക്ക് വരുവാണ്. ശാരി അങ്ങോട്ടേക്ക് ചെന്നു. ശാരി അങ്ങോട്ടേക്ക് എന്നപ്പോഴത്തേനും രാഹുൽ ഇങ്ങനെ നോക്കുവാണ്. എന്താ ശാരി, നീ എന്താ എന്നെ തുറച്ചു നോക്കണമെന്ന് ചോദിക്കാം. എനിക്കെന്താടോ, തന്നെ നോക്കത്തില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട രാഹുൽ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടോ, ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല, സംസാരിക്കാൻ തുടങ്ങുന്നുള്ളൂ. അറിയാലോ, ദേ ഒരക്ഷരം പോലും മിണ്ടിപ്പോയിക്കരുത്, തന്നെ നാവ് ഞാൻ പിഴുതെടുക്കുമെന്ന് പറയണം. നിനക്കെന്താ ശാരി, ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാം. അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. ശരിക്കും ഇപ്പൊ നിങ്ങൾക്കല്ല ഭ്രാന്ത്, എനിക്കാ ഭ്രാന്ത് എന്ന് പറയണം. എന്നാ കൊണ്ടുപോയി ജയിലിലോ അല്ലെങ്കിൽ
ഷോക്ക് ഏൽപ്പിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യടാന്ന് പറയാണ്. ഞാൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറയാം. ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു, ശരിക്കും ഇവൾക്ക് എന്തോ വട്ടായെന്നാ തോന്നുന്നതെന്ന് പറയണം. എടാ വട്ട് എനിക്കല്ല നിനക്കാന്ന് പറയണം. പറയാ മാത്രമല്ല അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ് എടുത്ത് രാഹുലിന്റെ തല നോക്കി ഒറ്റ എണ്ണം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒരു നിമിഷം രാഹുൽ ഒന്ന് കിറങ്ങി അങ്ങോട്ട് ഇരുന്നു. അപ്പോഴേക്കും ഒച്ചയും വേളം കേട്ടിട്ട് സരിവ് താഴേന്ന് ഓടിക്കേറി വരുവാണ്. ഓടിക്കേറി വരുമ്പം കാണുന്ന കാഴ്ച തലയും പൊത്തിരിക്കുന്ന അച്ഛനെയാണ്. അമ്മ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ഒരു വ്യക്തി ശാരീരിനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാ. ഇല്ല ഇവനെ ഇനി ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് ഇവൻ ജീവൻ നശിപ്പിച്ചു, ഇവനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ സംഹാര താണ്ഡവമാണാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയൊന്ന് വന്നേ ഒരു വിധത്തില് സരിവ് ഇങ്ങനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവാ. അമ്മ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചേ, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അമ്മ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണുമെന്ന് പറയാം. എന്തിന് അമ്മ ഇത് ശരിയാകത്തില്ലെന്ന് പറയാണ്. മോളെ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്തുള്ളവർ പറയത്തുള്ളൂ. അമ്മയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന്. അമ്മ കേട്ടോ, ഇപ്പൊ കണ്ടില്ലേ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അയാൾ മരിക്കണം, അയാൾ മരിക്കേണ്ടവനാ. അയാൾ മാത്രമല്ല വേറെ പലരും മരിക്കാനുണ്ടെന്ന് പറയാം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരിവിന് ഒരു കാര്യം ഉറപ്പായി. അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മോളെ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടക്കും, അയാളെ കൊന്നിട്ട്. അയാളെ മാത്രമല്ല. അമ്മേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഇതേ എനിക്ക് അമ്മേനെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളാണെന്ന് അറിയാവോ. അമ്മേനെ അമേരിക്കക്ക് കൊണ്ടാന്നൊക്കെ പ്രതീക്ഷിച്ചോണ്ടാ ഞാനിരുന്നേ. ഇപ്പോഴാണ്ടേ അച്ഛന് ഇതിന് നാലിലൊന്നും കുഴപ്പമില്ല, അതിനേക്കാളും പ്രശ്നമുള്ള അമ്മയ്ക്ക്. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട ശാരി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, മോളെ നീ കരുതുന്ന പോലെ ഈ അമ്മയ്ക്ക് ഭ്രാന്തൊന്നുമില്ല. നിനക്കതിപ്പം മനസ്സിലാവില്ല, പക്ഷെ നിനക്ക് പിന്നീട് അത് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയാം. ഇനിയിപ്പൊ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അമ്മയെ ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ കിടന്ന് തല തല്ലി ചാകത്തോളെന്ന് എനിക്ക് തോന്നുന്നേ. രണ്ടുപേരും കൂടെ അടുത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ തീപ്പെട്ടിയും വെടിമരുന്നും അടുത്ത് വെക്കുന്ന പോലെ എപ്പോഴാ പൊട്ടിത്തെറിക്കുന്ന പറയാൻ പറ്റില്ലെന്ന് പറയാണ്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത്. ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ. അമേരിക്കയ്ക്ക് പോയ ശേഷം നിങ്ങൾ എന്ത് വേണമല്ലോ അയക്കൂ. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്ന പോലീസും കേസും ഒക്കെ ആയിട്ട് ദൈവത്തെ ഓർത്ത് എന്നെ കുഴിയിലാക്കല്ലെന്ന് പറയാം. ഇതൊക്കെ മനുവേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു നാണക്കേട് അമ്മേ. ഇതിൽ പലരും നാണക്കേട് വേറെ ഉണ്ടോ? എനിക്ക് മനുവേട്ടനോട് പറയാൻ പോലും പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഇത് അച്ഛൻ്റെ ഈ അസുഖം അറിഞ്ഞു കഴിഞ്ഞിട്ട് പോലും മനുവേട്ടനെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടോ ഇപ്പൊ തന്നെ കണ്ടില്ലേ. ഇത് കേട്ട് കഴിയുമ്പോൾ ശാരിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. മനോഹറിന്റെ പേര് കേട്ട് ദേ നീ അവനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടല്ലെന്ന് പറയാണ്. അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അവൻ കാരണം ഈ പ്രശ്നങ്ങളല്ല. ദേ വേറെന്തും ഞാൻ സഹിക്കും, അല്ലെങ്കിൽ തന്നെ ഞാൻ വൈകുന്നേരം തൊട്ട് ശ്രദ്ധിക്കുന്ന അപ്പുറത്തെ കിരണം മുത്താണ് പോലും മുത്ത്. എന്നിട്ടോ മരുവേട്ടൻ എന്താ ദേ അമ്മയ്ക്കോ എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിലുണ്ട്. അത് വെച്ച് അമ്മ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ കിരണും കല്യാണിയും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് അമ്മയുടെ മനസ്സ് മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്നും വേണ്ട കേട്ടോ. മനുവേട്ടന അമ്മയുടെ മരുമോൻ, ആ ചിന്ത എപ്പോഴും വേണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശാരി പറഞ്ഞു, മോളെ നീ ആരെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. അന്ധമായിട്ട് വിശ്വസിക്കുന്നതല്ലമ്മേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ശാരീനെ അവിടെ പിടിച്ചെടുത്തിട്ട് രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രാഹുൽ അവിടെ നെറ്റിയൊക്കെ ചെറുതായിട്ട് പൊട്ടിമുളച്ച് അങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് സരി എന്നിട്ട് എന്താ അമ്മ എന്താ അച്ഛ ഈ അമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ്. പിന്നീട് സരി എന്ത് ചെയ്യണം, ഒരു തുണിയൊക്കെ വെച്ച് കിട്ടുന്നുണ്ട് രാഹുലിന്റെ തലയിൽ. അധികം ഒന്നും പൊട്ടിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ രാഹുലിന് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയത്ത് സരിയെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് തല്ലി ചാകും എന്ത് വേണം ചെയ്തോ, ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ കൊലപാതകത്തിന് അപ്പോൾ സാക്ഷി പറയേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയണം. ഇത്തരം പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോണ്. സരുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ സമനില എറ്റുന്ന പോലെ തോന്നി. വീട്ടിലാണ് ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ തന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവും. ഇവിടെ കിടന്നിട്ട് തനിക്കായിരിക്കും ഇനി അടുത്തായിട്ട് ഭ്രാന്ത് പിടിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഓർത്തിട്ട് സരയു മുറിയിലേക്ക് പോവാ. ആ സമയത്ത് പ്രകാശൻ രാജപ്പണ്ണനെ കണ്ടിട്ട് ചെല്ലുവാണ്. രാജപ്പണ്ണനെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് പ്രകാശൻ പറഞ്ഞു, അല്ല അവനെക്കുറിച്ചൊരു വിവരമില്ലോ, രാജപ്പണ്ണനെ വിളിക്കോ മറ്റോ ചെയ്തോന്ന് ചോദിക്കാം. നീ എന്തിനാ പ്രകാശം എങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവന്റെ കാര്യത്തിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ട. അവൻ എന്താണുള്ള കാര്യമൊക്കെ നടത്തിയിട്ടേ വരുള്ളൂ. വെറുതെ ഒന്നുമല്ല, പണമല്ലേ നമ്മൾ എണ്ണി കൊടുത്തേന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെയാ. എവിടെ എന്തേലും ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ധൈര്യമായിട്ട് ഇരിക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. എന്നാലും എനിക്കെന്തോ മനസ്സിന്റെ ബുദ്ധിമുട്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാര്യം തീർക്കണം. അറിയാലോ 10-25 വർഷം മുമ്പത്തെ കാര്യമാ. ഇതിപ്പോ ഇങ്ങോട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ആ കല്യാണിയും കിരണൊക്കെ ചേർന്നിട്ടാണ്. അവറ്റകൾ ഉണ്ടാവണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഒന്നിനും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം ലക്ഷ്മിയുടെ കാര്യം ഒന്ന് കഴിയട്ടെ, അതിനുശേഷം എത്ര പൈസ മുടക്കിയിട്ടാണെന്നും കുഴപ്പമില്ല. എന്റെ ചോരയൊന്നും ഞാൻ നോക്കത്തില്ല, എല്ലാത്തിനും ഞാൻ കൊന്നു തള്ളുകളെന്ന് പറയാണ്.
അത് ഏട്ടൻ രാജപ്പൻ പറഞ്ഞു, നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാതെ പ്രകാശ, എല്ലാം ശരിയാകുമെന്ന് പറയാണ്. സമയമുണ്ടല്ലോ, നീ വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇല്ല, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണനെ മനസ്സിലാവില്ല. ആ കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോകും. ദേ മഹാലക്ഷ്മി ഉടനെ തന്നെ ഇങ്ങോട്ട് വരും. വന്നു കഴിയുമ്പോൾ കല്യാണം നടക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതേ ഇത്ര സമയം പഠിക്ക വരെ വെള്ളം കോയിട്ട് പഠിക്ക കൊണ്ടുവന്ന് കല ഉടയ്ക്കാന്ന് പറഞ്ഞ ഇത് അങ്ങനെയായി പോവില്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മഹാലക്ഷ്മിയുടെ കല്യാണം കഴിയണം. ഒരു കാരണവശാലും ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആളെ കോടതിയിലേക്ക് വരില്ല. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയെന്ന് പറയാം. നീ ധൈര്യമായിട്ടിരിക്കണ പ്രകാശ, അവൻ ഇപ്പം തന്നെ വരൂ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേവിഡ് അങ്ങോട്ട് വരുന്നേ. വന്നേം ഓടി ചെന്നിട്ട് പ്രകാശ് എന്തായി കാര്യങ്ങൾ, അവളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയെന്ന് ചോദിക്കാം. അതെ, അവരെയൊക്കെ പണ്ട് ഞാൻ മുകളിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറയാം. ഇനി അവരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകത്തില്ല. അതെ, അവരിനിയിപ്പോൾ കോടതിയിലേക്ക് വരാനും പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി പ്രകാശന്. പ്രകാശൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. പക്ഷെ പ്രകാശൻ അറിയത്തില്ലല്ലോ അവരെ തീർത്തിട്ടില്ലെന്നുള്ള കാര്യം. കാരണം ലക്ഷ്മി അമ്മേനെ കണ്ടതോടുകൂടി ഡേവിഡ് കണ്ടം വഴി ഓടുമായിരുന്നു. കാരണം അതിനകത്തൊരു വലിയ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.